ഹായ്, എല്ലാവർക്കും IAWൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം UK ഡ്രിങ്ക് ഡ്രൈവിംഗ് എന്നതിനെ പറ്റിയാണ്. മദ്യപിച്ച് നിയമപരമായ പരിധിക്കപ്പുറം വാഹനം ഓടിക്കുന്നതിനെയാണ് ഒരു നിയമലംഘനമായി നമ്മൾ കണക്കാക്കുന്നത്. ഇത് അപകടങ്ങൾക്കും ജീവഹാനിക്കും വലിയ സാധ്യതയുള്ളതിനാൽ നിയമം കഠിനമായ നടപടികൾ സ്വീകരിക്കുന്നു. മദ്യത്തിന് നിയമപരമായ പരിധി ലീഗൽ ആൽക്കഹോൾ ലിമിറ്റ് UK ബ്രീത്ത്, ബ്ലഡ്, യൂറിൻ എന്നിവയിലുള്ള മദ്യത്തിന് അളവ് താഴെ പറയുന്ന രീതിയിലാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. അതിൽ ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്ത് അയർലൻഡ് തികച്ചും വ്യത്യസ്തമായിട്ട് ബ്രീത്ത് 35 മൈക്രോഗ്രാംസ് ഓഫ് ആൽക്കഹോൾ പെർ 100 milliliters ഓഫ് ബ്രീത്ത്, ബ്ലഡ് 80 milligrams ഓഫ് ആൽക്കഹോൾ പെർ 100 milliliters ഓഫ് ബ്ലഡ്, യൂറിൻ 107 milligrams ഓഫ് ആൽക്കഹോൾ പെർ 100 milliliters ഓഫ് യൂറിൻ. ഇനി സ്കോട്ട്ലാൻഡ് ആണെങ്കിൽ അല്പം കൂടി യൂണിറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. ബ്രീത്ത് 22 മൈക്രോഗ്രാംസ് ഓഫ് ആൽക്കഹോൾ പെർ 100 milliliters ഓഫ് ബ്രീത്ത്, ബ്ലഡ് 50 milligrams ഓഫ് ആൽക്കഹോൾ പെർ 100 milliliters ഓഫ് ബ്ലഡ്, യൂറിൻ 67 milligrams ഓഫ് ആൽക്കഹോൾ പെർ 100 milliliters ഓഫ് യൂറിൻ. ഇനി സാധാരണഗതിയിൽ ശിക്ഷകളും അല്ലെങ്കിൽ പെനാൽറ്റികൾ വരുന്നത് ഇതിനൊരു മെയിൻ പ്രഥമ കുറ്റമായിട്ട് നമ്മൾ പറയുന്നത് 1 വർഷം മുതൽ 3 വർഷം വരെ ഡ്രൈവിംഗ് വിലക്കാണ്. 2500 വരെ പിഴ കിട്ടിയേക്കാം, 6 മാസം വരെ തടവ്, അതല്ലെങ്കിൽ 3 വർഷം വരെ ഡ്രൈവിംഗ് വിലക്ക്. കൂടുതൽ കഠിനമായ പിഴകളും ശിക്ഷകളും ഇതിനോടൊപ്പം തന്നെ രണ്ടാമതായി വരുന്നുണ്ട്. ഒന്ന്, ലൈസൻസിൽ 3 മുതൽ 11 വരെയുള്ള പെനാൽറ്റി പോയിന്റുകൾ ചേർക്കും. ലൈസൻസ് വിലക്ക് ഏർപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇൻഷുറൻസ് പ്രീമിയം 2-3 ഇരട്ടിയായി കൂടാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഇനി അപകടം ഉണ്ടാക്കുകയോ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ മദ്യപിച്ച് ഡ്രൈവ് ചെയ്യുകയോ ചെയ്താൽ ശിക്ഷകൾ കൂടും. നിയമപരമായ BS ലിമിറ്റിന്റെ ഇരട്ടിക്ക് മുകളിൽ മദ്യത്തിന് അളവുണ്ടെങ്കിൽ തടവും പിഴയും കൂടുതലായിരിക്കും. ഇതുകൂടാതെ റിഹാബിലിറ്റേഷൻ കോഴ്സ്, ഡ്രൈവർ ബോധവൽക്കരണ കോഴ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് പൂർത്തിയാക്കിയാൽ ഡ്രൈവിംഗ് വിലക്ക് കുറയ്ക്കാനുള്ള അവസരം ഉണ്ടായേക്കാം. എന്നാൽ സാമൂഹികവും സാമ്പത്തികമായ പ്രതിസന്ധികൾ നമുക്കതിലേറെയുണ്ട്. സോഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ ഇമ്പാക്ട്സ്, വാഹന ഇൻഷുറൻസിന് പ്രീമിയം വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഡ്രൈവർ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഏർപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കുന്ന രീതിയിലേക്ക് അത് മാറിയേക്കാം. ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടാകുന്നതുകൊണ്ട് യാത്രാ വിസ, ജോലി അപേക്ഷകൾ എന്നിവ തടസ്സങ്ങൾ നേരിട്ടേക്കാം. ഇതുകൂടാതെ പെനാൽറ്റി പോയിന്റ്സ്, ലൈസൻസിൽ പോയിന്റുകൾ ചേർക്കുന്നതോടെ അതിൻ്റെ മൂല്യം കുറയുകയും ഡ്രൈവിംഗ് ചെയ്യേണ്ട അധികാരങ്ങൾ നഷ്ടമാവുകയും ചെയ്യും. ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ലൈസൻസ് സസ്പെൻഷൻ. BS നിയമപരമായ പരിധിക്ക് മുകളിലായാൽ ഉടനെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. സോ അതുകൊണ്ട് എല്ലാവരും ഇതൊരു അറിവായിട്ട് സ്വീകരിക്കുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.